മകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂമി വിവാദങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കളമശ്ശേരിയിലെ HMTയിൽ ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഭൂമി വിവാദങ്ങളുടെ കാരണമന്വേഷിക്കുകയാണ് ഇത്തവണത്തെ കവർ സ്റ്റോറി. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. വ്യവസായ സംരംഭങ്ങൾക്കും പുതിയ സ്ഥാപനങ്ങൾക്കും നിയമാനുസൃതമായി ഭൂമി നൽകാതെ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഭൂമി കയ്യേറ്റത്തിനും അനധികൃത കൈമാറ്റത്തിനുമുള്ള ഇടനിലക്കാരായി സർക്കാർ മാറുകയാണോ? തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് സഹമന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ചാക്കാലയായാലും കല്യാണമായാലും വീട്ടിലെ കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്നതാണ് കേരളത്തിലെ ഭൂമിയുടെ സ്ഥിതി. കോൺഗ്രസിനെയും CPMനെയും കുറ്റം പറഞ്ഞു പുറപ്പെട്ടിരിക്കുന്ന BJPയും മോശക്കാരല്ല. ഭൂമി പോലും കൈവശമില്ലാതിരിക്കെയാണ് കോവളം ITDC വെറും 48 കോടി രൂപയ്ക്ക് സ്വകാര്യ മുതലാളിക്ക് BJP സർക്കാർ മറിച്ചുവിറ്റത്. സമീപകാല ഭൂമി ചരിത്രം BJP സർക്കാരിന്റെ ഓഹരി വിറ്റഴിക്കൽ നയത്തിലേക്ക് നീളുന്നതാണ്. അന്നുവരെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയുടെ വിൽപ്പന സാധ്യത പൊതുമേഖലാ കമ്പനികൾ തിരിച്ചറിഞ്ഞത് ഈ നയത്തോടെയാണ്. പൂട്ടിപ്പോയ അല്ലെങ്കിൽ നഷ്ടത്തിലായ സ്ഥാപനങ്ങളിലെ തൊഴിലാളി സംഘടനകളും ഭൂമി വിൽപ്പനയെ പിന്തുണച്ചു. ഭൂമി വിൽപ്പനയിലൂടെ പണം കിട്ടിയാൽ തങ്ങളുടെ കുടിശ്ശിക കിട്ടുമല്ലോ എന്നു ചിന്തിച്ച തൊഴിലാളി സംഘടനകൾ കൂടുതലൊന്നും കരുതിയിട്ടുമില്ല. ആദ്യകാലത്ത് കൊട്ടിഘോഷിച്ചു വിളിച്ചു വരുത്തിയ വ്യവസായികൾക്ക് ഭൂമി നൽകിയപ്പോൾ സർക്കാർ നിബന്ധനകളൊന്നും വെച്ചിരുന്നുമില്ല. ഭൂമി വിവാദങ്ങൾ തുടരെ വന്നപ്പോൾ ഇക്കാര്യത്തിൽ നിബന്ധനകൾ വയ്ക്കാൻ സർക്കാർ ആലോചന തുടങ്ങി. നിയമത്തിന്റെ കരടുമായി. ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനിടെയാണ് റവന്യൂ വകുപ്പ് തന്നെ HMTയുടെ സ്ഥലവിൽപ്പനയ്ക്ക് കൂട്ടുനിന്നത്. പോക്കുവരവും ചെയ്തു കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഭൂമിയുടെ ഉടമസ്ഥത പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ പ്രഖ്യാപിക്കുന്നത്. സ്വകാര്യ സംരംഭകർക്ക് ഭൂമി നൽകുമ്പോൾ ഉപാധി വയ്ക്കും എന്ന് പ്രസംഗിച്ചിട്ട് ഉപാധിയില്ലാതെ നൽകി എന്നു ചുരുക്കം. ഭൂസ്വാമിമാരെയും ഭൂമാഫിയയെയും പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നയാളാണ് CPMന്റെ പൊതുസ്വത്തും മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ. വാട്ടർ സപ്ലൈയുടെ പൈപ്പിന്റെ മുകളിൽ പോലും കെട്ടിടം ഉയരുന്നു. ഒരു നിലയല്ല, പല നിലകൾ. സുഖമായി കെട്ടി ഉയർത്തി കെട്ടിടം തീർന്നു, വാടകയും പിരിച്ചുകൊണ്ടിരിക്കുന്നു. സമീപത്തുള്ള പാർട്ടിക്കാർ അറിഞ്ഞോ ഉറങ്ങിപ്പോയോ നാമും പരിശോധിക്കണ്ടേ? ലോകത്തെല്ലാമുള്ള സ്ഥിതിഗതികൾ മാത്രം നോക്കിയാൽ മതിയോ? മുഖ്യമന്ത്രിയുടെ പാർട്ടി സഖാക്കളാകട്ടെ മൂന്നാറിലും ചിന്നക്കനാലിലും ഭൂമി കയ്യേറാൻ കൂട്ടുനിന്ന് കയ്യേറ്റക്കാർക്കു വേണ്ടി സമരം നടത്തി അവരെ ഒഴിപ്പിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥരെ ഓടിച്ചുവിട്ടു. കയ്യേറി കുടിവെള്ള പൈപ്പിനു മുകളിൽ വീടുകെട്ടി എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എങ്കിലും ആ കയ്യേറ്റക്കാരെ ഒന്നും ഇതുവരെ ഇറക്കിവിട്ടതുമില്ല. ഇപ്പോൾ ഭൂമി പ്രശ്നത്തിൽ ഒരുപാട് പ്രതികരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി. ഇതെല്ലാം ഒന്ന് അന്വേഷിക്കട്ടെ. എന്തിനാ അന്വേഷിക്കുന്നതിൽ മടിക്കുന്ന എന്തിനാ? ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇതിപ്പം ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പോലും വിശ്വാസമില്ലാത്തൊരു പ്രോജക്റ്റായത്. വ്യവസായ മന്ത്രി പറയുന്നു IT പോളിസിയാണ്, IT പ്രോജക്റ്റാണ്. IT ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന്. മുഖ്യമന്ത്രി പറയുന്നു എനിക്ക് വിവരമില്ല എന്ന്. അപ്പോൾ ഇപ്പം ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള എല്ലാ വാർത്തകളും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആണ് ഒരു അന്വേഷണം നടക്കട്ടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കട്ടെ. ഇവിടെ ഭൂമാഫിയയുടെ ഒരു കളിയാണ്. അത് മന്ത്രിമാരും ഭരണകക്ഷിയുമാണ് ആ കാര്യത്തിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു കയ്യേറ്റം പോലും ഒഴിപ്പിച്ചതായി ആരും കേട്ടിട്ടില്ല. HMTയും ടെൽക്കും അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ ഭൂമി വിൽപ്പനയ്ക്ക് അക്കാലത്ത് ഒരുമ്പെടുകയും ചെയ്തു. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം രഘുപതി രാഘവ രാജാറാം. ഇനി സ്വതവേ മിതഭാഷിയായ വ്യവസായ മന്ത്രി എളമരം കരീമിന്റെ കാര്യമെടുക്കാം. സെപ്റ്റംബർ 15 ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സ് എന്ന കമ്പനിയുമായി ചർച്ച നടത്തിയപ്പോൾ ഇതൊരു IT പദ്ധതിയാണെന്ന് മനസ്സിലാക്കി എങ്കിൽ അവരെ എന്തുകൊണ്ട് മന്ത്രി IT വകുപ്പിലേക്ക് അയച്ചില്ല?
പദ്ധതി നഷ്ടപ്പെടരുത് എന്ന് വ്യവസായ മന്ത്രിയും CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലുമൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം മറന്നുപോകരുത്. ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്ന കാര്യം സർക്കാരിന്റെ ഒരു വകുപ്പിലും രേഖകളായി ഇതുവരെ നിലവിലില്ല എന്നതാണ് ആ സത്യം. ഇല്ലാത്ത IT പദ്ധതിക്കു വേണ്ടി എന്തിനാണ് വ്യവസായ മന്ത്രി 3 മാസം മുമ്പ് ചർച്ച നടത്തിയത്? പദ്ധതിയെപ്പറ്റി അല്ലെങ്കിൽ വസ്തു കച്ചവടക്കാര്യമാണോ ചർച്ച ചെയ്തത്? IT പ്രോജക്റ്റാണത്. നേരത്തെ ഞാൻ വിളിച്ചൊരു മീറ്റിങ്ങിൽ അവർ പറഞ്ഞതാണ് ഇത് IT ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് വരുന്നത്. അന്ന് പറഞ്ഞാൽ 35,000-40,000 പേർക്ക് ജോലി കിട്ടും എന്നുള്ള നിലയിലാണ്. പിന്നീട് അവരുടെ ബ്രോഷറിൽ അവർ അവസാനം ഡിക്ലെയർ ചെയ്ത 60,000 ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ്. IT പ്രോജക്റ്റ് എന്ന നിലയിൽ IT ഡിപ്പാർട്ട്മെൻറ്റിനാണ് അവർ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ക്ലിയറൻസ് വാങ്ങേണ്ടത്. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ അറിയുന്നത് തലേ ദിവസം CM തറക്കല്ലിടാൻ പരിപാടി കൊടുക്കുമ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ ധരിച്ച്. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. ഇതാണ് സാഹചര്യമെങ്കിൽ നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും പങ്കെടുക്കുന്നില്ലെങ്കിൽ അതൊരു തെറ്റായ മെസ്സേജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ പോകും. കാരണം ഇയാൾ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ വേറൊരാൾ വന്നെന്ന് പറയും. എന്നാൽ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ ഈ മീഡിയാസിൻ്റെ ഇടയിലൊക്കെ, നമ്മളെ കേരളത്തിലെ മീഡിയാസ് മാത്രമല്ല പുറത്തുനിന്നൊക്കെ ആളുകൾ ഇത് നോക്കിക്കാണുന്നുണ്ട്. ഈ പത്രപരസ്യം നാഷണൽ ഡെയിലിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ പലയിടത്തും വിളിച്ചു, വലിയ പ്രോജക്റ്റാണല്ലോ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് പോകണ്ട. അപ്പോൾ നമ്മൾ തറക്കല്ലിട്ട് നാളെ പണി തുടങ്ങുക എന്നുള്ള നിലയിൽ വേണ്ട, നിങ്ങളൊരു പ്രോജക്റ്റ് ലോഞ്ചിങ് എന്ന നിലയിൽ കണ്ടാൽ മതി എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് പോകണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതാണ്. ഒറ്റയ്ക്ക് ഒരാളുടെ തീരുമാനമല്ല. അപ്പോൾ ശർമ്മയും ഞാനും പോയി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാവില്ലല്ലോ. ഇവിടെ പ്രതിക്കൂട്ടിലാക്കപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള 3 മന്ത്രിമാരാണ്. ഒന്ന് റവന്യൂ മന്ത്രി, മറ്റൊന്ന് വ്യവസായ വകുപ്പ് മന്ത്രി, മറ്റൊന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. കാരണം ഈ 3 പേര് സാധാരണയിൽ കവിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി കൈമാറ്റം എന്ന് പറയുന്നത് സാധ്യമാകുമായിരുന്നില്ല. ഇവർ 3 പേരും ഇടപെട്ടിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ചോദ്യം. അവരുടെ ബന്ധപ്പെട്ട പാർട്ടിയിലോ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറയുന്നത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ ഉണ്ടായ വിവാദങ്ങളിൽ ഏറെയും ഭൂമിയെ പറ്റിയാണ്. സർക്കാർ ഭൂമി കയ്യേറി, അന്യാധീനപ്പെട്ടു, നിയമവിരുദ്ധമായി മറിച്ചുവിറ്റു എന്നിങ്ങനെ പോകുന്നു ആരോപണങ്ങൾ. ഇവിടെ വ്യവസായങ്ങൾ വരുമ്പോൾ നൽകാനായി നിയമാനുസൃതമായി ഭൂമിയില്ലേ? നിയമപരമായി നൽകാൻ വ്യവസ്ഥകളില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നത്? നമ്മുടെ ചട്ടങ്ങൾ മാറേണ്ടതുണ്ടോ? സർക്കാരിൻ്റെ പക്കൽ എത്ര ഭൂമിയുണ്ട്? നിരവധി ചോദ്യങ്ങളാണ് ഭൂമിയെപ്പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്നത്. നിലവിലുള്ള ഭൂവിനിയോഗ ചട്ടങ്ങൾ തന്നെ എങ്ങനെയെല്ലാം മറികടക്കുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. കേരളം വളരണമെങ്കിൽ സമ്പദ് വ്യവസ്ഥ നന്നാകണം. സമ്പദ് വ്യവസ്ഥ നന്നാകാൻ അഥവാ പണം വരാൻ വ്യവസായങ്ങൾ വേണം. വ്യവസായങ്ങൾ വരണമെങ്കിൽ നിക്ഷേപങ്ങൾ വേണം. അതിന് നിക്ഷേപകർ വരണം. ഇവിടെ ഇല്ലെങ്കിൽ നിക്ഷേപകരായി പുറത്തുനിന്നുള്ളവരെ ക്ഷണിക്കണം. അതാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും നിക്ഷേപകരെ ആകർഷിക്കാൻ പല വഴിക്കും ശ്രമിച്ചു. വിദേശ പര്യടനം നടത്തി, റോഡ് ഷോ സംഘടിപ്പിച്ചു, ഇളവുകൾ പ്രഖ്യാപിച്ചു, നയങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ധാരാളം നടപടികൾ. ഇതിന്റെ എല്ലാം ഫലമായി കുറെ വ്യവസായങ്ങൾ ഇവിടെയെത്തി. ഒപ്പം അതിലേറെ വിവാദങ്ങളും. പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ ഏറ്റുപിടിച്ചത് വിവാദങ്ങളാണ്. അതുകൊണ്ടുതന്നെ അവ കാലങ്ങളോളം നിലനിന്നു. വ്യവസായങ്ങൾ വളർന്നതുമില്ല. ഈ അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് ഗൗരവമേറിയ ചർച്ച എങ്ങും ഉണ്ടായതുമില്ല. വിവാദങ്ങളിൽ മടുത്ത് പല വ്യവസായികളും കേരളത്തെ തഴഞ്ഞപ്പോഴും നാം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഭൂമി വ്യവസായത്തിന് ഉപയോഗിക്കുന്ന ഓരോ ഘട്ടത്തിലും ആ ഭൂമിയെക്കുറിച്ച് ഇത്രയധികം തർക്കങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം തന്നെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ പല സ്ഥലങ്ങളിലും സർക്കാരിൻ്റെ കൈവശത്തിൽ പഴയ കാലം മുതൽ ഒരുപാട് ഭൂമിയുണ്ട്. അത് സർക്കാർ ആദ്യം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ആദ്യം ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾക്കായിരിക്കില്ല എപ്പോഴും ഉപയോഗിക്കുന്നത്. അത് മാറി വരുന്ന കാലങ്ങളുടെ അവസ്ഥ ഭേദമനുസരിച്ച് മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇത് ഭൂരിപക്ഷം വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതാണ്, ഒഴിവാക്കാവുന്നതാണ്.
ഇതൊക്കെയാണെങ്കിലും വ്യവസായം വരണം എന്ന പതിവ് പല്ലവിയിൽ ഒരു മാറ്റവും ആരും വരുത്തിയതുമില്ല. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ ഭൂനിയമകാലത്തും ഭൂസമരം ഉണ്ടായിരുന്നു. കായൽ രാജാവ് മുരിക്കനെതിരെ നടന്ന സമരം. മിച്ചഭൂമി ഏറ്റെടുക്കാനും മുതലാളിമാർ ഭൂമിയുടെ കുത്തക കൈവശപ്പെടുത്തുന്നത് തടയാനുമായിരുന്നു ആ സമരം. പിന്നീട് സമരങ്ങളുടെ ദിശ മാറി, ലക്ഷ്യം മാറി, പലപ്പോഴും ലക്ഷ്യമില്ലാതായി. കായലുകൾ നികത്തി നാം കൃഷി ചെയ്തു. കൃഷി എന്നാൽ നെൽകൃഷി മാത്രമാണെന്ന് വാശി പിടിച്ചു. നെല്ല് ലാഭമല്ലാതെ മണ്ണ് നെല്ലിനു പറ്റാതെ വന്നപ്പോൾ പച്ചക്കറിയും തെങ്ങും വാഴയും നട്ട കർഷകരെ സമരത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു. വിളകൾ വെട്ടിനിരത്തി. ട്രാക്ടറിനെതിരെ സമരം ചെയ്തു. ഒടുവിൽ കൃഷി കേരളത്തിൽ നിന്നു തന്നെ ഇല്ലാതായി. അപ്പോൾ നാം കൃഷിഭൂമികൾ നികത്തി. ബഹുനില മന്ദിരങ്ങളും പാർട്ടി ഓഫീസുകളും കെട്ടി. കൃഷിക്കുവേണ്ടി ആരും കരഞ്ഞില്ല. വയൽ നികത്തി ഉണ്ടാക്കിയ ബഹുനില മന്ദിരങ്ങൾ നെൽകൃഷിക്കു വേണ്ടി വെട്ടിനിരത്തൽ നടത്തിയ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മുതലാളിമാരുടെ ഭൂമി കുത്തകയ്ക്കെതിരെ പോരാടിയ CPM വയൽ നികത്തി പലയിടത്തും പാർട്ടി ഓഫീസ് പണിതു. കേരളത്തിൽ ഇന്ന് കാര്യമായി നടക്കുന്ന കച്ചവടം ഭൂമി കച്ചവടമാണ്. ഉൾനാടൻ ഗ്രാമങ്ങൾ പോലും ഇടത്തട്ടുകാരുടെ വിഹാരകേന്ദ്രങ്ങളായിരിക്കുന്നു. ജനിച്ചു വളർന്ന മണ്ണു വിറ്റ് കുറെ പണവും വാങ്ങി ജനങ്ങൾ മറ്റൊരിടം തേടി പോകുന്നു. വരുമാനമില്ലാത്തവന് ഭൂമി വരുമാനമാർഗമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയൊരു തുക ഒന്നിച്ചു കാണാനുള്ള മോഹം സാക്ഷാത്കരിക്കുന്ന അവസരം. റോഡ് പുറമ്പോക്കും തോടുവക്കും പാടവും പുഴയുമെല്ലാം മണ്ണിട്ടു നികത്തി. 4 കെട്ടുകളും 8 കെട്ടുകളും പൊളിച്ച് കോൺക്രീറ്റ് ചെയ്തു. കുളങ്ങൾ നികത്തി കുളക്കടവുകൾ ഇല്ലാതായി. അഗ്രഹാരങ്ങൾ പോലും കച്ചവടച്ചരക്കായി മാറിക്കഴിഞ്ഞു. സമ്പദ്ഘടനയുടെ വളർച്ച ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഭൂമി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. കൊടുക്കാൻ കഴിയുന്ന മിച്ചഭൂമി ഭൂരഹിതരായ പാവങ്ങൾക്കും ആദിവാസികളായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും എല്ലാം കയറിക്കിടക്കാൻ ഒരു പിടി മണ്ണ്, ആ മണ്ണിലൊരു അന്തസ്സായ വീട് 5 കൊല്ലം ഈ ഗവൺമെന്റിന്റെ പീരീഡ് പൂർത്തിയാകുമ്പോൾ വീടില്ലാത്ത ഒരു കുടുംബവും ഈ കേരളത്തിലുണ്ടാവില്ല. വീടില്ലാത്തവരെന്ന് പറഞ്ഞ ഒരു കൂരയും വീടല്ലേ, അല്ല, കൂരയല്ല, അന്തസ്സായി താമസിക്കാനുള്ള വീട്. 22,000 ആദിവാസി കുടുംബങ്ങളാണ് ഇപ്പോഴും ഭൂമിക്ക് വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുന്നത്. ആദിവാസികളല്ലാത്ത മറ്റു വിഭാഗത്തിൽപ്പെട്ട 40,000 പേർക്ക് പട്ടയം കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ സർക്കാർ ഒരു വൻകിട ഭൂമി മുതലാളിയായി തുടരുകയും ചെയ്യുന്നു. 14,000 ഏക്കറാണ് ഇപ്പോൾ സർക്കാരിന്റെ ലാൻഡ് ബാങ്കിലുള്ളത്. സർക്കാരിന്റെ പക്കൽ എത്ര ഭൂമിയുണ്ട്? കൃത്യമായി ഉത്തരം പറഞ്ഞാൽ 1000 പവൻ സമ്മാനം. ഒരിക്കലും കൊടുക്കേണ്ടി വരില്ലാത്ത ഒരു സമ്മാനം. കാരണം സർക്കാരിന് പോലും അറിയില്ല സ്വന്തമായി എത്ര ഭൂമിയുണ്ടെന്ന്. ഒരു കണക്കുമില്ല ഒന്നിനും എന്നതാണ് സർക്കാർ രീതി. എത്രയുണ്ടെന്നറിഞ്ഞാലല്ലേ അളന്നും അളക്കാതെയും കൊടുക്കാനാവൂ. കൈവശം എത്ര ഭൂമിയുണ്ടെന്നറിയാത്ത ഭൂവുടമയെ നാം എന്തു വിളിച്ചാലാണ് മതിയാവുക? സർക്കാരിന് രേഖകളുണ്ട്. ആ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇപ്പോഴും പഴയതായതുകൊണ്ട് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാത്ത കാലം പഴയതിനേക്കാൾ വേഗത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ രേഖകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാട്ട് വി ഷുഡ് ഡു ഈസ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സംവിധാനം കുറച്ചുകൂടെ ശാസ്ത്രീയമാക്കണം. അതിന് വ്യവസ്ഥകളുണ്ട്. റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് മുതൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള സർവേ വരെയുള്ള കാര്യങ്ങൾ വെച്ച് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് പുതിയ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആരെങ്കിലും കയ്യേറാത്ത ഏതെങ്കിലും ഭൂമി സർക്കാരിനുണ്ടോ എന്നും സംശയമാണ്. 1909 മുതൽ 1919 വരെ നീണ്ട പ്രവർത്തനങ്ങളിലൂടെയാണ് പണ്ടൊരിക്കൽ നമ്മുടെ നാട്ടിൽ റവന്യൂ ഭൂമി തിട്ടപ്പെടുത്തിയത്. അതിൽ പിന്നീട്, അതായത് 100 കൊല്ലം കഴിഞ്ഞിട്ടും വീണ്ടും ഒരു ഭൂമി തിട്ടപ്പെടുത്തൽ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. സ്വകാര്യ ഭൂമി എത്ര, വയലെത്ര, കായലെത്ര, കാടെത്ര എന്നെല്ലാം നാം അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇതെല്ലാം തിട്ടപ്പെടുത്താൻ നാം ഒരു റീസർവേ 1966 തുടങ്ങിയതാണ്. സർവേ വകുപ്പിന്റെ കാര്യക്ഷമതയും ഉദ്യോഗസ്ഥരുടെയും സർക്കാരുകളുടെയും താൽപര്യവും പിടിപ്പും മൂലം ഇതുവരെ അതൊന്നുമായിട്ടില്ല. അതാകാത്തതുകൊണ്ട് തന്നെ കയ്യേറ്റവും അന്യാധീനപ്പെടലും തുടരുന്നു. സാധാരണക്കാരുടെ ഇടയിലൊക്കെ നടക്കുന്ന കൈമാറ്റങ്ങളിൽ നമ്മളൊരു ഭൂമി കണ്ടു, കൈമാറ്റത്തിന് രേഖയുണ്ടാക്കി രജിസ്റ്റർ ചെയ്തു, നമ്മുടെ കൈവശം വന്ന് നമ്മൾ വീട് വെച്ചു താമസിക്കുന്നു. അതേസമയം മാഫിയ പ്രവർത്തനങ്ങളിൽ അങ്ങനെയല്ല. അവരൊരു ഭൂമി ആദ്യം കാണുന്നു, ആ ഭൂമി നമുക്കിങ്ങനെ സ്വന്തമാക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ സർവേ നമ്പർ
അത് അന്വേഷിക്കുന്നു. ഇപ്പോൾ സർവേ നമ്പർ അന്വേഷിച്ച് കിട്ടാൻ മാർഗ്ഗം വലിയ താമസമൊന്നുമില്ല. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട് സർവേ നമ്പർ കിട്ടുന്നു. ആ സർവേ നമ്പറിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഒരു ഉദ്ദേശ വിസ്തീർണം വെച്ച് ആധാറിൻ്റെ രജിസ്റ്റർ. അപ്പോൾ ആധാറിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ ഭാഗപത്രൻ്റെ രജിസ്റ്റർ ചെയ്താലും മതി, കുടുംബാംഗങ്ങൾ തമ്മിലുള്ളൊരു പാർട്ടീഷനായാലും മതി. അങ്ങനെ ഒരു പാർട്ടീഷൻ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ആധാരം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആ ആധാരത്തെ വ്യാജമായി പോക്കുവരിക. അതിന് കുറേ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടുണ്ട്. HMTയുടെ ഭൂമി വിൽപ്പനയല്ല യഥാർത്ഥ പ്രശ്നം. HMTക്ക് ഭൂമി വിൽക്കാൻ അവകാശം നൽകിയിട്ടുണ്ടോ എന്ന് പഴയ രേഖകൾ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഭൂമി കൈമാറ്റത്തിൽ അഹിതകരമായ ഉത്സാഹം കക്ഷിഭേദമില്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാകുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം. സ്വന്തം സർക്കാരിലെ മന്ത്രിമാർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ, അതും തുടർച്ചയായി ഒരു സർക്കാർ ഭൂമി വിവാദങ്ങളിൽപ്പെടുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് ഒഴിഞ്ഞുമാറുന്നത് മുഖ്യമന്ത്രിക്ക് ഭൂഷണവുമല്ല. CPM-ലുണ്ടാകുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ പലപ്പോഴും ഭൂമി വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. എല്ലാ കൊള്ളിയും തീക്കൊള്ളി എന്ന് സാധാരണക്കാർ പറഞ്ഞേ മതിയാകൂ എന്നതാണ് അവസ്ഥ. ഇത് പാർട്ടിക്കകത്തുള്ള ഇപ്പോൾ ഈ പഴയ സങ്കല്പം ഉണ്ടല്ലോ, VS പ്രതിനിധീകരിക്കുന്ന പി കൃഷ്ണപിള്ളയെ പാമ്പ് കടിച്ച കാലത്തുള്ള കമ്മ്യൂണിസം, അത് സപ്പോർട്ട് ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ മുതലാളിത്ത പത്രങ്ങൾ പോലും ഈ ഇതുപോലത്തെ സംഭവങ്ങളിൽ കയറി VS പറയുന്നൊക്കെയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് വിഭാഗീയതയുടെ പ്രശ്നമാണ്. ഇത് മാതൃഭൂമിയും മനോരമയും പോലെയുള്ള പത്രങ്ങൾ VS-ന്റെ ആശയഗതിക്ക് അനുരൂപമായിട്ടാണ് അവരുടെ താത്വിക നിലപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയതയുടെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. അതിന് ആരെയും പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുജനങ്ങൾക്ക് മുന്നിൽ അതിശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം അവതരിപ്പിക്കുകയും ആ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം നിഗൂഢമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇരട്ട പ്രതിഭാസം ഈ പ്രസ്ഥാനത്തെയും അതേപോലെ തന്നെ ഇതിൻ്റെ നേതൃത്വത്തെയും ഈ അടുത്ത കാലത്തായിട്ട് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്നതായിട്ടുള്ള പല ബുദ്ധിജീവികളും അതേപോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളും ഇടതുപക്ഷത്തിൻ്റെ അതിശക്തമായിട്ടുള്ള വലതുപക്ഷവൽക്കരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇടതുപക്ഷം വലതുപക്ഷമായി തീരുന്ന സമയത്ത് കേരളത്തിൽ മൊത്തം ഒറ്റപക്ഷം ഉണ്ടാവുകയുള്ളൂ. ആ പക്ഷം വലതുപക്ഷമായിരിക്കും. അത് സാധാരണക്കാരനും അതേപോലെ തന്നെ പാവപ്പെട്ടവനും എതിരായിട്ടുള്ള മൂലധന ശക്തിയുടെ പ്രവൃത്തിയോ അതിൻ്റെ കേന്ദ്രമോ അതിൻ്റെ തന്നെ മുന്നണിയോ ആയി മാറും. IT ആണ് സംസ്ഥാനത്തെ പുതിയ ട്രെൻഡ്. IT-യുടെ മറവിൽ ധാരാളം മറ്റു പല ഏർപ്പാടുകളും കേരളത്തിലേക്ക് വരുന്നുമുണ്ട്. IT വ്യവസായങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഇളവ് മുതലെടുക്കാനാണ് ഈ വരവ്. IT രംഗത്തേക്ക് വരുന്ന സംരംഭകരുടെ IT പശ്ചാത്തലം എന്താണ് എന്ന് സർക്കാരാണ് അന്വേഷിക്കേണ്ടത്. എന്നാൽ 66,000 പേർക്ക് തൊഴിൽ, 55,000 പേർക്ക് തൊഴിൽ എന്നെല്ലാമുള്ള വാഗ്ദാനങ്ങൾ വരുമ്പോൾ സർക്കാർ മയങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതെല്ലാം അന്വേഷിക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണ നേതൃത്വത്തിലെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. IT-യുടെ മറവിൽ ആർക്കും എന്തുമാകാം എന്നതാണോ ഇടതു സർക്കാരിൻ്റെ നയം? ഗവൺമെൻറ് ലാൻഡ് ഏത് കാര്യത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിനൊരു പെർട്ടിക്കുലർ മാനദണ്ഡം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ ഭൂമി പല സ്ഥാപനങ്ങളും തുടങ്ങാൻ കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഭൂമി പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോഴപ്പോഴ് ഉള്ള ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതിന് പകരം ഗവൺമെൻറ് ലാൻഡ് അല്ലെങ്കിൽ റവന്യൂ ലാൻഡ് നമ്മൾ കൊടുക്കുകയാണ്. ഇന്ന ആവശ്യങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, ഇന്ന ആവശ്യങ്ങൾക്ക് അപ്പുറം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അസംബ്ലിയിൽ ചർച്ച ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ക്യാബിനറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഉന്നത ലെവലിലുള്ളൊരു കമ്മിറ്റി നോക്കിയിട്ട് അത് കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ പല പ്രശ്നങ്ങളും വരില്ല. അപ്പോൾ ഗവൺമെൻറ് ലാൻഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് അസറ്റ്സ് എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊടുക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്യുകയും അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാനും പറ്റുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ കൺഫ്യൂഷനൊന്നും വരില്ല. ഒരു വ്യവസായം തുടങ്ങാൻ ആൾ കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അവർ പറയും ഞങ്ങൾ എന്തിനാണ് വന്ന് ഈ കോൺട്രവേഴ്സിക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് കൊച്ചിയിൽ തന്നെ പ്രൈവറ്റായിട്ട് ലാൻഡ് അക്വയർ ചെയ്ത് വലിയ ഗ്രൂപ്പുകൾ, നമ്മൾക്ക് അറിയപ്പെടുന്ന വലിയ ഗ്രൂപ്പുകൾ തന്നെ, അവരൊക്കെ പ്രൈവറ്റായിട്ട് ഇന്ന് പലരും പറയുന്നുണ്ട് ഇത് വേണ്ടായിരുന്നു, ഞാൻ വേറെ വല്ലയിടത്തും ചെയ്താൽ മതിയായിരുന്നു പറയുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഒന്ന്, വളരെ ക്ലിയർ അല്ല പല പ്രൊസീജിയേഴ്സും. രണ്ടാമത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത് എന്തിനീ കോൺട്രവേഴ്സി ഒന്നും ചെയ്യാതിരുന്ന കോൺട്രവേഴ്സി ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറണം. നിലവിലുള്ള നിയമപ്രകാരം ഉപയോഗിക്കാത്ത ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിയും. അതായത് ഒരു സംരംഭത്തിനായി നൽകിയ ഭൂമി മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നിശ്ചിത കാലാവധിക്ക് ശേഷം അത് സർക്കാരിന് തിരിച്ചെടുക്കാം. ഈ വ്യവസ്ഥയനുസരിച്ചാണ് HMTയുടെ സ്ഥലം സർക്കാർ തിരിച്ചെടുത്തത്. വലിയ മല LPSCയിലും ഇതുപോലെ ഉപയോഗിക്കാത്ത 100 കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. ഇതുള്ളപ്പോൾ തന്നെയാണ് ISROയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടി 100 കോടിയോളം ചെലവാക്കി LPSCക്ക് അടുത്ത് ഭൂമി വാങ്ങാൻ സർക്കാർ തയ്യാറാകുന്നത്
ഉണ്ടാകുന്നത് എന്നത് ഈ കഥയുടെ മറ്റൊരു വശം. ഭൂമി വീണ്ടും ഒരു പിടി സമ്പന്നരുടെ കൈകളിൽ അകപ്പെടാൻ ഇടവരരുത്. ഒരു പിടി റിയൽ എസ്റ്റേറ്റ് മാഫിയ ഭൂമിയെ ഒരു ചരക്കും കള്ളപ്പണം നിക്ഷേപിക്കാനുള്ള ഉപാധിയുമാക്കി മാറ്റുന്നതിനെതിരെ ജാഗ്രത പാലിച്ചേ തീരൂ. കാട്, പുഴ, വയൽ, തോട്ടം ഇതൊന്നും വ്യവസായികൾക്ക് കൈമാറാനാകില്ല. 360 മൈൽ മാത്രം നീളമുള്ള 20 മുതൽ 75 മൈൽ വരെ മാത്രം വീതിയുള്ള കൊച്ചു കേരളത്തിന്റെ ആകെ വിസ്തീർണം 15,005 സ്ക്വയർ മൈൽ മാത്രം. സ്ഥലം കുറവാണ് എന്ന് ചുരുക്കം. സ്ഥലത്തിന് വില കൂടുമ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ്. വ്യവസായങ്ങൾക്കായി ഭൂമി കണ്ടെത്തുക, അതിനുവേണ്ടി പ്രദേശങ്ങൾ തീരുമാനിക്കുക, ഭൂമിയുടെ ശാസ്ത്രീയമായ ആസൂത്രണം തയ്യാറാക്കുക തുടങ്ങിയ ഒരു കാര്യവും ചെയ്യാത്ത സർക്കാരുകളും രാഷ്ട്രീയ നേതൃത്വവും കാണിക്കുന്നത് കുറ്റകരമായ അനാസ്ഥ തന്നെ. വാളെടുത്തവൻ വാളാലെ എന്ന മട്ടിൽ ഇതിന്റെ ഫലം ആരോപണങ്ങളായി അവരുടെ മേൽ പതിക്കുകയും ചെയ്യുന്നു. പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ഒരു സെന്റ് ഭൂമി പോലും 5 കൊല്ലം അധികാരത്തിലിരുന്നിട്ട് ഈ മാന്യന്മാർ ടാറ്റയെ തൊടാൻ ധൈര്യപ്പെട്ടില്ല. ടാറ്റയെ തൊട്ടാൽ ടൗസർ നനയും. അതുകൊണ്ട് ധൈര്യപ്പെടാതിരുന്ന ആ മാന്യന്മാർ ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്നാറിൽ മാത്രം 12,000-ൽ പരം ഏക്കർ ഭൂമി ഗവൺമെന്റിന്റെ അനധികൃതമായി കൈവശം അവർ വെച്ചുകൊണ്ടിരുന്ന ഭൂമി ഇപ്പോൾ തിരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. HMDയുടേതും മറ്റ് MDയുടേതും ഒക്കെ ഒരുത്തനും ഈ കേരളത്തിൽ അനധികൃതമായി ഭൂമി കൈവശം വെച്ചുകൊണ്ട് പോകാൻ ഈ ഗവൺമെന്റ് അനുവദിക്കില്ല. 4 ആൾ കൂടുന്നിടത്തെല്ലാം ഭൂമാഫിയയെ എതിർത്തു പ്രസംഗിച്ച് കയ്യടി നേടുന്ന VS അച്യുതാനന്ദൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരം മാഫിയകളെ ഒഴിപ്പിക്കാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. തന്റെ സഹമന്ത്രിമാർ ഭൂമാഫിയ വിവാദങ്ങളിൽ കുടുങ്ങുമ്പോഴാകട്ടെ താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ മാറി നിൽക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളാകട്ടെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന മട്ടിൽ ഒടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. നിയമം കടലാസിലും നടപടികൾ വാക്കിലും ഒതുങ്ങുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. വരും തലമുറയ്ക്ക് മണ്ണിൽ കാൽകുത്താനെങ്കിലും ഒരടി കിട്ടട്ടെ എന്നാശിച്ചുകൊണ്ട് ഈ കവർ സ്റ്റോറി ഇവിടെ പിൻവാങ്ങുകയാണ്.